അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം 11 മണി ആയിക്കും കേട്ടോ. 11:30 അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ചെറിയ പണിയുണ്ട്. നാളെ രാവിലെ ഉള്ള ഞായറാഴ്ച. അപ്പോൾ വീഡിയോ ഞങ്ങൾ ഞായറാഴ്ച എടുക്കാനൊക്കെ കാണാം. ഞായറാഴ്ച നാളെ ഞായറല്ലേ. അപ്പോൾ ഞങ്ങൾ ഞായർ പുലർച്ചെ ഒരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്താ പറയുക, വലിയ സ്ഥലത്തേക്കൊന്നുമല്ല, ഉദ്ദേശങ്ങളൊന്നുമില്ല, വലിയ പ്ലാനിങ് ഒന്നുമില്ല, ആണ്ട് പോവുക തന്നെ. അപ്പോൾ ഇവർക്ക് പോകേണ്ട സ്ഥലം നാളെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങളാണ്. അപ്പോൾ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ബാവ ഉറങ്ങിക്കണേ, പിന്നെ എല്ലാവരും ഉറങ്ങിക്കണേ. പിന്നെ ഇവനാണ് എനിക്ക് കൂട്ടിനുള്ളത് കേട്ടോ. ഇവ എല്ലാവിധ സപ്പോർട്ടിൻ്റെ ഉള്ളി അരിഞ്ഞരാൻ ഫുഡ് ഞങ്ങൾ രാവിലേക്കുള്ളതും ഉച്ചക്കുള്ളതും കൊണ്ടുപോവുകയാണ്. അപ്പോൾ സർപ്രൈസാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊന്നിനും മോനോനോടൊക്കെ പോയി കിടന്നുറങ്ങാൻ പറ്റില്ല. അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിന് ഉറക്കം വെച്ച് കണ്ട്. അപ്പോൾ പിന്നെ ബാവ രാവിലെ നേരത്തെ ഒരു 4 മണിക്കെങ്കിലും പോകണ്ടേ. അപ്പോൾ നേരത്തെ നീക്കാനും വേണ്ടിയിട്ട് വണ്ടി ഓടിക്കാനുള്ളല്ലേ പാവണം. അപ്പോൾ ഇന്ന് പുലർച്ചൊക്കെ പണിക്ക് പോയിക്കണം. 4 മണിൻ്റെ മുന്നേ നീച്ചിരുന്ന ആൾ. അപ്പോൾ ഉറക്കമൊന്നും വല്ലാതില്ല. അപ്പോൾ ഇനിയിപ്പോൾ പോകുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഒരു 9:30 തന്നെ ഞാൻ അവിടെ അങ്ങനെ പോയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉറങ്ങിക്കോളിയായിരുന്നു. അപ്പോൾ അവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങിക്കണം. പിന്നെ ഞാൻ വിളിച്ചാലും ആരും റൂമിക്കൊന്നും പറഞ്ഞയച്ചിട്ടില്ല. സർപ്രൈസ് പറയാം. കുട്ടികൾ റൂമിലേക്ക് പോയപ്പോൾ ഞാൻ ഇപ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഞങ്ങളിത് ഇങ്ങനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ ഞങ്ങളോട് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞു. എന്താ വെച്ചാൽ വണ്ടേ അല്ലേ, കൂടുതൽ എടുത്തേക്കാനൊന്നും ഇല്ല. വണ്ട ആകുമ്പോൾ പൊന്നും മോനൊക്കെ നല്ല ഛർദ്ദിക്കും. അതിനുള്ള കുറച്ച് ഡ്രസ്സുകൾ പിന്നെന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ എന്നോട് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചിക്കൻ കറി ഉണ്ടാക്കണം. രാവിലത്തെ കടി പൊറോട്ട വാങ്ങാണ്. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം, പൊറോട്ട വാങ്ങണം, കടി ഉണ്ടാക്കാനൊക്കെ വിചാരിച്ചതിന് ശേഷം ഒക്കെ കൂടി നടക്കൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബിരിയാണി വെക്കണം. അപ്പം കറി ഉണ്ടാക്കുന്നുണ്ട് കടിക്കുള്ള. അപ്പോൾ നെയ്ച്ചോറാണ് വിചാരിച്ചിക്കാണ്ട് ചെമ്പട്ടിയിൽ ബിരിയാണിയാണ് വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളുണ്ട്. അടുക്കള അലങ്കോലമായി കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതിന് നെയ്ച്ചോറ് വേവുണ്ട്. പിന്നെ അതാ ഉള്ളി ഇതിൽ വാട്ടുണ്ട് കേട്ടോ ബിരിയാണിക്കുള്ള. പിന്നെ തണ്ടിയിലെ ഒരു സംഖ്യേൻ്റെ പാത്രങ്ങൾ മോറാണ്ട്, ഇതൊക്കെ ഞാൻ മോറിയെടുക്കണം. പിന്നെ ഇവിടെ കൂടുതലായിട്ടൊന്നും കച്ചറില്ല. പക്ഷേ പാത്രങ്ങൾ ഞാൻ എല്ലാം ഇനിയിപ്പോൾ നാളെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച ഭക്ഷണമൊക്കെ കൂടി ഫുള്ള് കൊട്ടത്താളത്തേക്ക് തട്ടി ഇതൊക്കെ ഞാൻ മോറി വെച്ചിട്ടാണ് കിടക്കാൻ. അപ്പോൾ ഇതാ ചോറ് വന്നുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കട്ടെ. പിന്നെ 11:30 ആയി. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഇവിടെ ഓപ്പണാണ് പുറത്തേക്ക്. മേലെ ഒരു അടുക്കളല്ലേ ഉള്ളൂ. അപ്പോൾ പുറത്തേക്ക് ഓപ്പൺ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടി. പുറത്തുനിന്ന് ഇങ്ങനെ നായി കുരക്കണം ഒച്ചയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പേടിയാവും. അപ്പോൾ ഞാൻ എളുപ്പം ഇവനെ കൊടുങ്ങാണ്ട് നീച്ച് ഇവിടെ കൊടുത്തിരുത്തിക്കണം, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഭാവം ഉറങ്ങുന്നില്ല. ഭാവം ഉണ്ടാകുമ്പോൾ ഒരു ബലമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവന് പിന്നെ എന്നെ ഉള്ളി അരിഞ്ഞെന്ന് എന്തൊക്കെയാണ് പണിയെടുത്തെന്നറിയോ? ഇങ്ങനെ നോക്ക്, എല്ലാവരും കാണട്ടെ. ഉള്ളി അരിഞ്ഞെന്ന്, തക്കാളി അരിഞ്ഞെന്ന്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ തൊലിച്ച് ഞാൻ അകത്തുനിന്ന് വന്ന പോകിന് കേട്ടോ. അപ്പോൾ സ്വാഗതം ഞാൻ പറഞ്ഞിരിക്കണ്. അപ്പോൾ ഇളക്കി കൊടുക്കട്ടെ. രാവിലെ നീക്കുമ്പോൾ വിഭവം മാറി കാര്യം കാണാം. അല്ലേ സർപ്രൈസ്? അവിടെ ചെല്ലുമ്പോൾ എന്താണ് ദമ്മ് പൊട്ടിക്കുമ്പോൾ ബിരിയാണിയാണ് ഇക്കാരം കാണാം. ആൾക്ക് ചിലപ്പോൾ ബിരിയാണിയാക്കി മാറ്റാൻ പോവാണ്. മോന് നല്ല ഉറക്കട്ടാ. നിർബന്ധിച്ച് ആട്ടിയിട്ടാണ് ഉറങ്ങൂലെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഉറങ്ങാൻ വേണ്ടിയിട്ട് ആട്ടി. മസാല ഏകദേശം മസാല എന്ന് പറഞ്ഞോട്ടി. മസാല ഇപ്പോൾ എന്താ എല്ലാവർക്കും അറിയണമെന്നല്ല. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഉള്ളിയൊക്കെ കൂടി വാട്ടുക, ഇറച്ചി ഇട്ട് കൊടുക്കുക, കഴിഞ്ഞ പരിപാടി. പറയാപ്പല്ല സുഖം. ചിക്കനൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ട് കുറച്ചിട്ട് ഇളക്കി മിക്സാക്കി മതി. ബിരിയാണി ദമ്മായിട്ടാ.
അതിങ്ങനെ ഇവിടെ വെക്കണേ. ഇതിന് ചെറിയൊരു പണിയുണ്ട്. രാവിലത്തെ കറി വെച്ച് കാണണം പോയി കെടുക്കാച്ചിട്ടാണ്. ഒരു മണിയായ കോട്ടെ. ചിക്കനെ രാവിലത്തെ കറി കുറച്ചുള്ളൂ, കുഞ്ഞിറച്ചി മതിയല്ലോ. നമ്മൾ കടയ്ക്ക് ഇപ്പോൾ അങ്ങനെ കഷ്ണം വേണമെന്നില്ല. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു. നന്നായി കുഴക്കുക. അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു. ടൈം എത്രയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, അത്യാവശ്യം കഴിക്കണേ. ഈ ഒരു 12:30 12:45 ഒരു മണിയായ. അപ്പോൾ അതാ കറിയായി, ബിരിയാണി ആയി, എല്ലാം സർപ്രൈസ്. വെള്ളം റെഡി ആയിട്ടാ, വെള്ളം റെഡി, വെള്ളം. അപ്പോൾ ഇതാ ക്ലീനായി. നല്ല തണുപ്പാണ്. പോണോടത്ത് 2 കുപ്പി വെള്ളം എടുത്തിട്ടുള്ളൂ. നമ്മൾ ഫുൾ എടുക്കുക, പകല് കുടിക്കൂല. എന്താ കൈ കിടക്കും. ഇപ്പം നല്ല തണുപ്പൊക്കെ അല്ലേ, വെള്ളത്തിന് വല്ലാതെ ആവശ്യമില്ല. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ കിടക്കാനൊക്കെ. എടുക്കണ്ട അപ്പം കുഴങ്ങി ഇരുന്ന് ഭയങ്കര നടുവേദനയാണ്. അപ്പം കുഴങ്ങി ഇരുന്നതാണ്. നമ്മൾ ഉറങ്ങണിയല്ലോ. എനിക്ക് ഉറങ്ങണം, അല്ല ഞാൻ വണ്ടിയിൽ നിന്ന് ഉറങ്ങും. 2 മണിക്കൂറിൽ നിങ്ങൾ ഉറങ്ങിയാൽ പിന്നെ നീക്കൂല. 1 2 3 4 ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം എടുത്തുവെച്ച് പണിയൊക്കെ കഴിഞ്ഞ് അപ്പം ഞങ്ങൾ കിടക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പോവാനുള്ള ഒരുക്കങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ നാളെ ബാക്കി വീഡിയോസുമായിട്ട് നാളെ വരാം. നാളത്തെ വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. അതിലേക്കാരം സർപ്രൈസിൻ്റെ റിയാക്ഷൻസ് ഒക്കെ അത് നാളത്തെ വീഡിയോസിലായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.